NCV ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. വാർഷികാഘോഷം നടത്തി നിലമ്പൂർ നഗരസഭ മോഡൽ കുടുംബശ്രീ. OCK ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മികവ് 2026 എന്ന പേരിൽ. ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബ്ലോക്ക് സമർപ്പണം നടത്തി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ. പോത്തുകൽ കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ കെട്ടിടം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവാലി ഏറിയാട് സ്കൂൾ പടിയിൽ മിനി മാസ്റ്റ് സമർപ്പണം നടന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വീതനശ്ശേരി AMLP സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. റിട്ടയേർഡ് ജീവനക്കാരുടെ സംഗമം സംഘടിപ്പിച്ച് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്. പരിപാടി നടത്തിയത് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ. AKCC ഫറോന ഡയറക്ടർ ഫാദർ ടോമി പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ നഗരസഭ മോഡൽ കുടുംബശ്രീ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മികവ് 2026 എന്ന പേരിൽ OCK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ താഴെ തട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന 193 അയൽക്കൂട്ടങ്ങളാണുള്ളത്. ഞാൻ അവരെയും ഞങ്ങൾ CDSC യോഗത്തിലേക്ക് വിളിച്ച് അവിടെ വെച്ച് ആദ്യം തീരുമാനിച്ചത് ഈ 193 കടലാസുകളുള്ള ശക്തിയായി പ്രവർത്തിക്കുന്നവർ 160 അതിനെ നമുക്ക് ഒരു 400 കൂടുതൽ അയൽക്കൂട്ടങ്ങളാക്കി നമുക്ക് മാറ്റാം. അന്നത് തീരുമാനിച്ചു എന്ന് മാത്രമല്ല 1.5 വർഷം കൊണ്ട് അത് 400-ലേറെ അയൽക്കൂട്ടങ്ങളായി അന്ന് തന്നെ മാറി എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല അത്ഭുതമായിട്ട് ഇന്നത് കേൾക്കുമ്പോൾ അന്ന് എല്ലാവർക്കും വീട് വേണം. വീട് വേണമെങ്കിൽ എന്താണ് വഴി? നമുക്കിപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പരിമിതമായ പൈസയുണ്ട്. വീടിന് വേണ്ടി സർവേ നടത്തി നോക്കിയപ്പോൾ ഏകദേശം 1000-ഓളം ആളുകൾക്ക് വീടില്ല. അപ്പൊ 1000 ആൾക്കും വീട് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? അതിൽ 1000 വീട് പദ്ധതി നമുക്കുണ്ടാക്കാം. എവിടുന്ന പൈസ കിട്ടുക? അത് ഇന്നത്തെ പോലെ ബാങ്കിൽ നിന്ന് നേരിട്ട് പഞ്ചായത്തുകൾക്ക് ലോൺ കിട്ടില്ല. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി K. വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ B. സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുന്താസ് ബാബു, സ്മിതമോൾ, മേരീസ് ഷിബു, മുസ്തഫ കളത്തുംപടിക്കൽ, സുരേഷ് പാത്തിപ്പാറ, കൗൺസിലർമാർ, വിവിധ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CDS ചെയർപേഴ്സൺ സാലി ബിജു സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ സാജിദ നന്ദിയും പറഞ്ഞു. വിവിധ ADS അംഗങ്ങളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും അരങ്ങേറി. വണ്ടൂർ ടൗൺ നവീകരണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും പൊതുജനങ്ങളും നേരിട്ടിരുന്ന കടുത്ത യാത്രാക്ലേശങ്ങൾക്ക് ഒടുവിൽ താൽക്കാലിക പരിഹാരം. പുതുതായി നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കരണം വലിയൊരു പരിധിവരെ ടൗണിലെ യാത്രാ ദുരിതം കുറച്ചിരിക്കുകയാണ്. വ്യാപാരി വ്യവസായി സമിതിയുടെ നിരന്തരമായ ഇടപെടലുകളുടെയും നിവേദനങ്ങളുടെയും ഫലമായാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞതെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ ടൗണിന്റെ നവീകരണവും സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി തുടരുന്ന പ്രവൃത്തികൾ വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ടൗണിലെ കടുത്ത ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വണ്ടൂർ വ്യാപാരി വ്യവസായി സമിതി പഞ്ചായത്തിലും PWD ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും നിരന്തരം നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് വണ്ടൂർ പഞ്ചായത്ത് അധികൃതർ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ടൗണിൽ പുതിയ ട്രാഫിക് പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനമായത്.
നിലവിൽ നടപ്പിലാക്കിയ ഈ ഗതാഗത നിയന്ത്രണം വ്യാപാരികൾക്കും ബസ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. സംഘടനയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ നിമിഷമാണിതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അങ്ങാടിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിവരുന്ന പ്രവൃത്തി വളരെയധികം പ്രയാസങ്ങളാണ് പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉൾക്കൊണ്ടിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ നിവേദനങ്ങളാണ് വണ്ടൂർ വ്യാപാരി വ്യവസായ സമിതി കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്തിലും അതുപോലെ തന്നെ PWDയിലും പോലീസ് സ്റ്റേഷനിലും ഒട്ടേറെ നിവേദനങ്ങളും കൊടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് വണ്ടൂർ പഞ്ചായത്ത് മീറ്റിംഗ് വിളിക്കുകയും ഈ മീറ്റിംഗിന്റെ ഭാഗമായി പുതിയൊരു ട്രാഫിക് പരിഷ്കരണം വണ്ടൂർ അങ്ങാടിയിൽ കൊണ്ടുവരികയും ചെയ്തത്. ഇത് വളരെയധികം ഉപകാരപ്രദമായിട്ടാണ് പൊതുജനങ്ങളും വാഹനങ്ങളും അതുപോലെ ബസ്സുകാരും വിദ്യാർത്ഥികളും അഭിപ്രായപ്പെടുന്നത്. അതേസമയം വണ്ടൂർ പാണ്ടിക്കാട് റോഡിൽ സ്ഥാപിക്കാൻ പോകുന്ന കൈവരികൾ വലിയൊരു ഭീഷണിയായി മാറുമെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നു. മഞ്ചേരി റോഡിൽ മുൻപ് ഇത്തരത്തിൽ സ്ഥാപിച്ച കൈവരി മറിഞ്ഞു വീണ് ഒരു കുട്ടി അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമാനമായ രീതിയിൽ പാണ്ടിക്കാട് റോഡിലെ കൈവരികളും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ പ്രയാസം സൃഷ്ടിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വണ്ടൂർ പാണ്ടിക്കാട് റോഡിലെ കൈവരി വരുന്നത് ഈ കൈവരി ശരിക്കും വളരെയധികം പ്രയാസങ്ങളാണ് ഇവിടുത്തെ വ്യാപാരികളും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നത്. കാരണം മഞ്ചേരി റോഡിൽ തന്നെ ഈ കൈവരി കാരണത്താല് ഇപ്പൊ ഇന്നലെ ഒരു കൈവരി വീണ് ഒരു കുട്ടിന്റെ മേത്തേക്ക് വീഴേണ്ടതായിരുന്നു, കഴിച്ചിലായി പോയതാണ്. അതുപോലെ തന്നെ പാണ്ടിക്കാട് റോഡത്തെ കൈവരി ഞങ്ങള് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് PWDക്കും അതുപോലെ തന്നെ അനിൽകുമാർ എം.എൽ. കുമാർ മന്ത്രിക്കും നമ്മൾ കൊടുത്തതാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ കൈവരി മാറ്റണമെന്നാണ് ഇതിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ വിഷയത്തിലും അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വ്യാപാരികൾ. സമിതി ഏരിയ പ്രസിഡന്റ് IV സമീർ, യൂണിറ്റ് സെക്രട്ടറി KV സുരേഷ്, പ്രസിഡന്റ് അഫ്സൽ, ട്രഷറർ സുധീഷ്, അസീസ് സുൽത്താന, സിദ്ദിഖ് റോയൽ എന്നിവർ സംസാരിച്ചു. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ഡോക്ടർ ജോസഫ് മാർ തോമസ് ബ്ലോക്കിന്റെ സമർപ്പണം നടന്നു. വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സേവന മനോഭാവത്തോടെ ക്രൈസ്തവ സമൂഹം ചെയ്ത പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ സൗകര്യം ആർജിക്കുന്നത് നമുക്കൊക്കെ സന്തോഷമാണ്. ഇപ്പൊ ഇവിടെ ഇതിനു മുമ്പ് പ്രസംഗിച്ചപ്പോൾ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, 982 ഇവിടെ ഇങ്ങനെ ഒരു വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഈ മേഖലയിലെ വിവിധ തലമുറകൾക്ക് വിദ്യ പകർന്നു നൽകി ഇന്ന് കൂടുതൽ വിശാലമായി കൂടുതൽ കുട്ടികളെ ഉൾക്കൊണ്ട് ഈ വിദ്യാലയം മുന്നേറുകയാണ്. അപ്പൊ അതിനൊരു പുതിയ സൗകര്യം കൂടി കൈവന്നിരിക്കുകയാണ്. ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രോപൊലീത്ത അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ MLA ആര്യാടൻ ഷൗക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ തവനൂർ MLA, VS ജോയി, കൊണ്ടോട്ടി MLA TP അഷ്റഫ് അലി എന്നിവർ മുഖ്യാതിഥികളായി. ഫാദർ ജെയിംസ് മേലെ പറമ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി. ഫാദർ ജോൺ തളിക്കുന്നേൽ, ഫാദർ തോമസ് കല്ലൂർ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C. മാമ്ര, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുശ്രീ സുരേഷ്, പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മി P. തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സീനത്ത് നൌഷാദ് എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജസ്മൽ പുതിയറ, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു പോൾ, മുഖ്യ രക്ഷാധികാരി ഫാദർ പോൾസൺ ആറ്റുപുറം, ഇസ്മായിൽ മൂത്തേടം, KT കുഞ്ഞാൻ, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. +2 പരീക്ഷയിൽ 1199 മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിച്ച സാനിയ ജോൺസൺ ഉൾപ്പെടെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ മിടുക്കരായ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. പോത്തുകൽ കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഹൈസ്കൂൾ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും പ്രതിഭകളെ അനുമോദിക്കലും സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവരെ മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. പുതിയ ബ്ലോക്കിന്റെ നാമകരണം അദ്ദേഹം നിർവഹിച്ചു.
മൗണ്ട് താബോർ ദയറ ബാർസാർ ഡോക്ടർ ഡേവിഡ് കോശി റംബാൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകൻ സണ്ണി മത്തായി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര, പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷറഫുന്നീസ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമ്മൽ, ബ്ലോക്ക് അംഗം മഹമ്മൂദ് തൃക്കുളം, പഞ്ചായത്ത് അംഗങ്ങളായ ശാന്ത വിനീഷ്, മറിയാമ്മ കുഞ്ഞുമോൻ, PTA പ്രസിഡന്റ് CV മുജീബ്, പ്രിൻസിപ്പൽ VJ എബ്രഹാം, പ്രധാന അധ്യാപകൻ ബിജു വർഗീസ്, നയന സന്ദീപ്, ദിലീപ് സാമ്പിക്കൽ, MP സതീശൻ, CH ഇഖ്ബാൽ എന്നിവർ സംസാരിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്തിലെ ഏറിയാട് സ്കൂൾ പടിയിൽ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സമർപ്പണം നടന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ താരിയൻ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, വാർഡ് മെമ്പർമാരായ സഫ്വാന ഷെറി, മിഥുൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് ഇബ്നു കദീർ, യൂത്ത് കോൺഗ്രസ് തിരുവാലി മണ്ഡലം പ്രസിഡന്റ് സുധീർ ബാബു, CTP മാനു, MK ഷെരീഫ്, KT സലീം എന്നിവർ പങ്കെടുത്തു. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മൾക്ക് നമ്മുടെ MLA പ്രിയങ്കരനായ അനിൽകുമാർ സാർ തന്ന ലൈറ്റാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ഒട്ടനവധി ലൈറ്റുകൾ നമ്മുടെ തിരുവാലി പഞ്ചായത്തിലേക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ലൈറ്റാണ് നമ്മുടെ ഏറിയാട് ഭാഗത്തേക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. വീതനശ്ശേരി AMLP സ്കൂളിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനവും നടന്നു. AP അനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കൂടിയായ AP അനിൽകുമാർ നിർവഹിച്ചു. അഞ്ചാം ക്ലാസ്, 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും കഴിഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് നന്നായിട്ട് വായിക്കാനോ പഠിക്കാനോ കഴിയുന്നില്ല പലർക്കും എന്നുള്ള ഒരാക്ഷേപം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തണം. എല്ലാവരും 10ാം ക്ലാസ് പാസ്സാവുന്നു, ഹയർ സെക്കൻഡറി പാസ്സാവുന്നു. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് ഒരു മത്സരങ്ങളുടെ ലോകത്തിലാണ്. അവിടെ വലിയ മത്സരം നടക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരമാണ് നമുക്ക് അവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. സർട്ടിഫിക്കറ്റ് മാത്രമല്ല, സർട്ടിഫിക്കറ്റ് എല്ലാവരും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ മികവാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര മികവുള്ള ഒരു തലമുറ എല്ലാ കാര്യത്തിലും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ മാറ്റം വരണം. സ്കൂളിനായി നിർമ്മിച്ച ചുറ്റുമതിലും അനുബന്ധ ഗേറ്റും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത, പ്രധാന കവാടം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ, സ്കൂളിൽ സ്ഥാപിച്ച വാട്ടർ പ്യൂരിഫയർ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ എന്നിവർ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിക് മികവ് ലക്ഷ്യമാക്കി തയ്യാറാക്കിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് KM ഷമീം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രമീള, അബ്ദുൽ നാസർ, M ഗിരീഷ് കാലടി, സ്കൂൾ മാനേജർ അഹമ്മദ് കുട്ടി, കുഞ്ഞി മുഹമ്മദ്, ബീന എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് MR ജ്യോതി സ്വാഗതം പറഞ്ഞു. LSS ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ ലഹരിമുക്ത ഉന്നതി പദ്ധതിക്ക് തുടക്കമായി. ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ഉന്നതികളെ സമ്പൂർണ്ണ ലഹരിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പരിപാടിയുടെ 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജി നിർവഹിച്ചു. ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ബിസിനസ് ന്യൂസ്. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 33ാമത് കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ വണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോട്ടമ്മൽ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലായാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ആദ്യ നിക്ഷേപം സ്വീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ അംഗീകാരത്തോടെ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും പ്രവർത്തനാനുമതിയുള്ളതും മെമ്പർമാരിൽ നിന്നും നിക്ഷേപം സ്വീകരിക്കുവാനും മെമ്പർമാർക്ക് ലോൺ നൽകുവാൻ അധികാരമുള്ളതുമായ സ്ഥാപനമാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി.
വണ്ടൂരിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലൊരു മനോഹരമായ ഒരു ബാങ്കിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മളുടെ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാവിധ ലോണുകളും മറ്റു വാഹനവുമായിട്ടും മറ്റുള്ള എല്ലാവിധ ബാങ്കിന്റെ പരമായ എല്ലാ കാര്യങ്ങളും നല്ലതായി ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പൊ ഇത് 33ാമത്തെ ശാഖയാണ്. ഇനിയും ഈ ബാങ്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസയോടുകൂടി ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ചെമ്പ്ര ആദ്യ ഗോൾഡ് ലോണും വണ്ടൂർ പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ഉമ്മർകുട്ടി ആദ്യ ഗ്രൂപ്പ് ലോണും കൈമാറി. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി സിഇഒ പി ശിവപ്രകാശ് അധ്യക്ഷത വഹിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 25,000 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കോഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറുവാനുള്ള പ്രയാണത്തിലാണ് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി എന്നും 2026-2027 സാമ്പത്തിക വർഷത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 50 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വണ്ടൂർ പഞ്ചായത്ത് 15ാം വാർഡ് മെമ്പർ CT ചെറി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷറർ മുജീബ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി യൂസഫ് തെന്നാടൻ എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമൂഹത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ധനസഹായവും കൈമാറി. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റി SGM വിജയ് സെബാസ്റ്റ്യൻ നന്ദി പറഞ്ഞു. ഞാൻ വിജയ് സെബാസ്റ്റ്യൻ, മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയുടെ സീനിയർ ജനറൽ മാനേജറാണ്. വണ്ടൂർ ഇന്ന് നമ്മുടെ 33ാമത്തെ കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കേരളത്തിലും തമിഴ്നാടും കർണാടകയിലും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആണുള്ളത്. നമ്മൾ വണ്ടൂർ തുടങ്ങിയിരിക്കുന്ന ലൊക്കേഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഗോൾഡ് ലോൺ, ഗ്രൂപ്പ് ലോൺ, സ്ത്രീകൾക്ക് കൊടുക്കുന്ന ലോണ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകളുണ്ട്. ഇവൻ ബാക്കിയുള്ള ലോണുകളും 2 വീലും 4 വീലും ലോണുകളും ഇവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ 2019 മലങ്കര സഭയിൽ നിന്ന് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഇത് ടേക്ക് ഓവർ ചെയ്യുന്നത്. നമ്മളിപ്പം 1300ഓളം കോടിയാണ് നമ്മുടെ ടേൺ ഓവർ എന്ന് പറയുന്നത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ബോച്ചെ പ്രൊമോട്ടറായി വന്നതിനു ശേഷം മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് 1,68,000 പരം മെമ്പർമാർക്ക് സേവനം നൽകുവാനും 600-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ ബോച്ചയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മെമ്പർമാർക്ക് ലാഭവിഹിതം നൽകുവാനും മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി 50 കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ 33ാമത് കസ്റ്റമർ ഫെസിലിറ്റേഷൻ സെന്റർ വണ്ടൂരിൽ ഉദ്ഘാടനം ചെയ്തത്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങി 30 ദിവസം മുതൽ 25 വർഷം വരെയുള്ള നിക്ഷേപ പദ്ധതികളും കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് 90% വരെ വായ്പ നൽകുന്ന ഗോൾഡ് ലോൺ, ഡയമണ്ട് ലോൺ, പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, പ്രോപ്പർട്ടി ലോൺ, മൈക്രോ ഫിനാൻസ് ലോൺ ഉൾപ്പെടെയുള്ള വിവിധതരം വായ്പാ പദ്ധതികളും സൊസൈറ്റി മെമ്പർമാർക്കായി അവതരിപ്പിച്ചിട്ടുണ്ട്. വണ്ടൂർ ബ്രാഞ്ചിലെ സേവനങ്ങൾക്കായി 905295907779 എന്ന ഫോൺ നമ്പറിലോ 180031131223 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റിട്ടയർഡ് ജീവനക്കാരുടെ സംഗമം സംഘടിപ്പിച്ചു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ AKCC ഫെറോന ഡയറക്ടർ ഫാദർ ടോമി പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. യേശുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അത് ഇന്ന് സമൂഹത്തിൽ തുടരുന്നതിന് ഉള്ള ആഹ്വാനമാണ് ഇത്. ഈ കൊയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? നാം പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളാണ്, നാം കടന്നു ചെല്ലേണ്ട ചില മേഖലകളാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് റിട്ടയർ ചെയ്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ, അല്ലേ? അപ്പോൾ റിട്ടയർ ചെയ്തതോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇവിടെ വെച്ച് നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് എന്നുള്ള ചിന്തയാണ് നിങ്ങളെ നയിക്കേണ്ടത്. പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ഫൊറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ സന്ദേശം നൽകി. ഫാദർ അമൽ പുന്നയ്ക്കൽ, ജോയി ചാച്ചിറ എന്നിവർ സംസാരിച്ചു. ജോർജ് തോമസ് പട്ടർകുളം സ്വാഗതവും ഡെയ്സി ചാക്കോ ശങ്കരത്തിൽ നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിച്ചവരുടെ അനുഭവ സമ്പത്തും കഴിവും സമൂഹ നന്മയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം സംഘടിപ്പിച്ചത്.
കാലവർഷം കനത്തതോടെ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായി എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. പ്രസിഡന്റ് സുനീറ സമദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ദുരന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട പ്രകൃതി രമണീയമായ ചാത്തല്ലൂർ ആമസോൺ വ്യൂ പോയിന്റിലേക്ക് മഴക്കാലം തീരുന്നതുവരെ യാത്ര പൂർണ്ണമായും നിരോധിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ് സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ മലയോര മേഖലകളിലേക്ക് പൊതുജനങ്ങൾ പ്രവേശിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് പാവണ്ണ തൂക്കുപാലം പരിസരത്ത് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും. മഴ ശക്തമായാൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളുടെ കൃത്യമായ കണക്കെടുക്കാൻ വാർഡ് മെമ്പർമാർക്ക് യോഗം നിർദ്ദേശം നൽകി. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തും. എല്ലാ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഏകോപനം ഉറപ്പാക്കിക്കൊണ്ട് പഞ്ചായത്തിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തിക്കും. പഞ്ചായത്ത് കൈക്കൊണ്ട മുൻകരുതൽ നടപടികളും തീരുമാനങ്ങളും അടിയന്തരമായി ജില്ലാ കലക്ടറെ അറിയിക്കാനും യോഗം തീരുമാനിച്ചു. വാർഡ് മെമ്പർമാർ, എടവണ്ണ പോലീസ് ഉദ്യോഗസ്ഥർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, വിവിധ സന്നദ്ധ പ്രവർത്തകർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. മഴക്കാലത്ത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണമെന്നും പഞ്ചായത്ത് ഭരണസമിതി അഭ്യർത്ഥിച്ചു. ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള സഞ്ചാരം പൂർണ്ണമായി നിരോധിച്ചതായിട്ടെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാവണ്ണ തൂക്കുപാലത്തിലെ ആളുകൾ കൂടി നിൽക്കുന്ന അവസരം ഉണ്ടാകാതിരിക്കണം. അതേപോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളില് പെട്ടെന്ന് വെള്ളം കയറുന്ന പ്രദേശങ്ങളിലൊക്കെ കണ്ടെത്തിക്കൊണ്ട്, നമുക്കറിയാം 2018-19 പ്രളയം നമ്മുടെ മുന്നിലുണ്ട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റി KSSPA അംഗങ്ങൾക്കായി കായിക മത്സരങ്ങൾ നടത്തി. വണ്ടൂർ VMC ഹൈസ്കൂൾ മൈതാനിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T. വിനയദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. KSSPA കായികമേള ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ നിയോജകമണ്ഡലം തലത്തിലുള്ള ഉദ്ഘാടനം വണ്ടൂർ നിയോജകമണ്ഡലത്തിൻ്റെ മത്സരങ്ങളാണ് വണ്ടൂർ VMC ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഒരുപാട് കായിക താരങ്ങൾക്ക് പ്രചോദനം നൽകിയ ഈ ഗ്രൗണ്ടിൽ 19 വർഷമായി ഈ സ്കൂളിൽ അധ്യാപകനായി നിന്നതിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് KSSPA നിയോജകമണ്ഡലം തലത്തിലുള്ള കായികമേള ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ്. പ്രസിഡന്റ് KT അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KP വിജയകുമാർ, സെക്രട്ടറി C. മെഹബൂബ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി M. വേലായുധൻ, സംസ്ഥാന കൗൺസിലർമാരായ P. ഉണ്ണികൃഷ്ണൻ പോരൂർ, E. ഉദയചന്ദ്രൻ, കായികമേള കൺവീനർ P. ഉണ്ണികൃഷ്ണൻ, CK ജയരാജ്, KV സിന്ധു, ജോർജ് ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ട്രഷറർ NK രാജേന്ദ്രൻ നന്ദി പറഞ്ഞു. CK ജയരാജ്, N. ശ്രീകൃഷ്ണകുമാർ, ഡോക്ടർ ജോൺസൺ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. 18-ാം തീയതി രാവിലെ 8 മണിക്ക് വളാഞ്ചേരി VHSൽ ജില്ലാ കായികമേള മത്സരങ്ങൾ ആരംഭിക്കും. എടക്കര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിലുള്ള സൈക്യാട്രി വിഭാഗത്തിലെ ഡേ കെയർ അംഗങ്ങൾ തയ്യാറാക്കിയ ഡിഷ് വാഷിന്റെ വിതരണ ഉദ്ഘാടനം നടത്തി. എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡേ കെയർ അംഗങ്ങളിൽ ആത്മവിശ്വാസവും സാമൂഹ്യ പങ്കാളിത്ത മനോഭാവവും വളർത്തിയെടുക്കാനാണ് എടക്കര പാലിയേറ്റീവ് പദ്ധതി ഏറ്റെടുത്തത്. ഡേ കെയറിലെ 12 അംഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൾ സമീർ, പാലിയേറ്റീവ് സെക്രട്ടറി C. അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഉണ്ണി ഹസൻ, ഡേ കെയർ കോർഡിനേറ്റർ റെജീന എന്നിവർ നേതൃത്വം നൽകി. എല്ലാവരും വാങ്ങിക്കൊണ്ട് ഈ ഒരു സൈക്കാട്രി വിഭാഗത്തിലെ ഈ ഡേ കെയർ വിഭാഗത്തിൻ്റെ ഒരു വരുമാനം എന്നുള്ള നിലക്കും ഈ ആളുകൾക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതി എന്ന് പറഞ്ഞത് ഇവരുടെ ഈ പ്രോഡക്റ്റ് എല്ലാവരും വാങ്ങുക, എല്ലാവരും ആവശ്യമുള്ള സംഗതിയാണ് ഡിഷ് വാഷ് ഈ ഒരു ലിക്വിഡ്.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നിയോജക മണ്ഡലം കലാമേള വർണ്ണോത്സവം 2026 കരുളായി പുള്ളിയിൽ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് MV മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VA ലത്തീഫ്, MC മാത്തുക്കുട്ടി, TR മാധവൻ, G തോമസ്, പൊന്നമ്മ തോമസ്, Y സാംകുട്ടി, സേതുമാധവൻ, V യൂസഫ് സിദ്ദീഖ്, P ശബരീശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. 1, 2, 3 സ്ഥാനത്തിന് അർഹതപ്പെട്ടവർക്ക് ട്രോഫിയും നൽകി. വണ്ടൂർ WIC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ സംരംഭം തൗഫുദ്ദീൻ ഖുർആൻ അക്കാദമിക്കായുള്ള കെട്ടിടം നാടിന് സമർപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭൗതിക വിദ്യാഭ്യാസം അതോടൊപ്പം ചേർന്നുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക. പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുക. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത് ആ ഒരു ദൗത്യമല്ല, അത് മനസ്സിൽ സ്വാംശീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് അതിനർത്ഥം. വാക്കുകളെ മനഃപ്പാഠമാക്കുമ്പോൾ വെറുതെ മനഃപ്പാഠമാക്കാം, പക്ഷെ അത് മനസ്സിനകത്ത് ഉള്ളിൽ തട്ടി മനഃപ്പാഠമാക്കുമ്പോൾ അത് ജീവിതത്തിന്റെ നമ്മളറിയാതെ ഒരു ഭാഗമായി മാറും. നമ്മുടെ ശീലങ്ങളിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ വർത്തമാനങ്ങളിൽ നമ്മളൊക്കെ പാലിക്കേണ്ട മാനവീയവും സംസ്കാരവും അതോടൊപ്പം തന്നെ ആത്മീയമായ അറിവും അത് ദൈവികമായ നമ്മുടെ ഉത്തരവാദിത്തങ്ങളുമൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നതാണ്. അതാണ് മനഃപ്പാഠം എന്ന് പറയുന്നത്. മനഃപ്പാഠമാക്കാൻ നമുക്ക് എന്തും മനഃപ്പാഠമാക്കാം, മനഃപ്പാഠമാക്കി ഉള്ളിൽ തട്ടാതെ നമുക്ക് ചൊല്ലാം. പക്ഷെ അതിനപ്പുറത്ത് മനഃപ്പാഠം എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഖുർആനൊക്കെ മനഃപ്പാഠമാക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ തലത്തിലേക്ക് ഒരു വ്യക്തിയെ പരിണാമത്തിലേക്ക് മാറ്റപ്പെടുത്തുകയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കൂടി സമന്വയിപ്പിച്ച് നൽകുന്നത് WICയുടെ പ്രത്യേകതയാണെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ചടങ്ങിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. JNH മാനേജിംഗ് ഡയറക്ടർ VP മുഹമ്മദ് അലിയും കുടുംബാംഗങ്ങളും മുഖ്യാതിഥിയായി. WIC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ പ്രൊഫസർ P ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. JNH ബോർഡ് ഡയറക്ടർ ഡോക്ടർ ആമിന മുഹമ്മദ് അലി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഡോക്ടർ മുഷ്കാത്ത് മുഹമ്മദ് അലി, അലി മുഹമ്മദ് അലി, WIC ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അംഗം P അബ്ദുൽ ലത്തീഫ് എന്നിവർ സംബന്ധിച്ചു. ഇടവേള വീണ്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. വാർഷികാഘോഷം നടത്തി നിലമ്പൂർ നഗരസഭ മോഡൽ കുടുംബശ്രീ. OCK ഓഡിറ്റോറിയത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് മികവ് 2026 എന്ന പേരിൽ. ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ബ്ലോക്ക് സമർപ്പണം നടത്തി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ. പോത്തുകൽ കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ കെട്ടിടം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. തിരുവാലി ഏറിയാട് സ്കൂൾ പടിയിൽ മിനി മാസ്റ്റ് സമർപ്പണം നടന്നു. മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വീതനശ്ശേരി AMLP സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. റിട്ടയേർഡ് ജീവനക്കാരുടെ സംഗമം സംഘടിപ്പിച്ച് അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്. പരിപാടി നടത്തിയത് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ. AKCC ഫറോന ഡയറക്ടർ ഫാദർ ടോമി പുത്തൻപുര ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.